എല്ലാവർക്കും നമസ്കാരം. കാളിപുത്രൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമേ ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഈ വീഡിയോ പുറം ലോകം അറിയണം എന്നുള്ളത് എൻ്റെ കൂടെ നടക്കുന്ന ആളുകളുടെ ആവശ്യാനുസരണമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. കാരണം എനിക്കൊരു വീഡിയോ ചെയ്യാനുള്ള സമയമോ കാര്യങ്ങളോ കിട്ടാറില്ല. അത് എൻ്റെ അവസ്ഥ തന്നെയാണ്. കാരണം കർമ്മങ്ങളും കാര്യങ്ങളും ആളുകൾ വിളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൻ്റെതായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ചില കമൻറ്റുകളൊക്കെ അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു, സ്വാമി ഇങ്ങനെ കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഒരു മന്ത്രം കൊണ്ടാണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ എത്തിയത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മന്ത്രം ഏതാണ് എന്ന് ചോദിക്കാനും ആ മന്ത്രം അറിയാനും ഒരുപാട് ആളുകൾ മെനക്കെടുന്നുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിയാത്തൊരവസ്ഥയിൽ, നിങ്ങൾക്ക് നിയോഗമില്ലാത്തൊരു സാധനം ആർക്ക് കിട്ടിയിട്ടും ഒരു കാര്യവുമില്ല. ഇപ്പം ട്രിഗർ വലിക്കാൻ ഗതിയില്ലാത്തവൻ്റെ കയ്യിൽ AK-47 കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു മന്ത്രത്തിന് അതിൻ്റെതായ പവറുണ്ട്. അത് എന്നിൽ പ്രവർത്തിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് മറ്റൊരാൾക്ക് ഗുണമാവണമെന്ന് യാതൊരു ഉറപ്പുമില്ല. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആ മന്ത്രം കിട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് തന്നെ തീർത്ത് പറയുകയാണ്. ഒരു മന്ത്രം കൊണ്ട് മാത്രം രക്ഷപ്പെടാനില്ല, അതിന് നിയോഗം കൂടി വേണം. അപ്പോൾ ആ നിയോഗം എന്ന് പറയുന്നത് നമ്മളെ തേടിപ്പോയാൽ നമുക്ക് കിട്ടുന്നതല്ല, നമ്മളെ തേടി വരുന്നതാണ് നിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ വന്നെങ്കിൽ മാത്രം തന്നെ നിങ്ങൾക്ക് ആ ഒരു രൂപത്തിലേക്ക് ആ മന്ത്രം കൊണ്ട് നിങ്ങൾക്ക് ഗുണവും അതിൻ്റെതായ കാര്യങ്ങളും നടക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മന്ത്രം ചോദിച്ചിട്ട് ആരും വിളിച്ചിട്ടോ കമൻറ്റ് ചെയ്തിട്ടോ കാര്യമില്ല. ഞാനത് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനമല്ല. കാരണം അത് എൻ്റെ കീഴ്വഴക്കം, അതായത് എൻ്റെ താഴ്വഴിയിൽ വരുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നതാണ്. ചില കാര്യങ്ങൾ അത് ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. പിന്നെ ശിഷ്യന്മാരെ ഞാൻ കൂടുതലും കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ ഒരാൾക്ക് എൻ്റെ രീതി മറ്റൊരാൾക്ക് അംഗീകരിച്ച് അത് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞോളണമെന്നില്ല. കാരണം ഒരു ശിഷ്യനെ കൊണ്ടു നടക്കാനുള്ള ഒരു ഗുരുവായി എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു അവസ്ഥയിൽ ഇതാക്കുന്നത്. പിന്നെ എല്ലാവർക്കും എന്താ പറയുക, ഇതിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യമേ എനിക്ക് വലിയൊരു കർമ്മിയാവണം, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് എന്തും നടക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ആളുകളുണ്ട്. അവരെ കൊണ്ട് നടക്കാത്ത കാര്യങ്ങളാണിത്. അതുകൊണ്ടാണ് ഇവിടെ എത്താത്തത്. നമ്മൾ ഒന്നും ആഗ്രഹിക്കാതെ ഈ പൂജാമന്ത്രങ്ങളോ അല്ലെങ്കിൽ ഉപാസനാ മന്ത്രങ്ങളോ ആവർത്തി ജപിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ മന്ത്രത്തിൻ്റെ പവർ, ആ മന്ത്രത്തിൻ്റെ ശക്തി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് ആദ്യ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ മന്ത്രം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, പെറ്റതള്ള വരെ ശത്രുവായി മാറുന്ന അവസ്ഥ വരെ വരും. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കേടാണ്. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, നമുക്ക് അത്രമാത്രം ദോഷങ്ങളിലേക്ക് വന്നിട്ട് എന്നിട്ടും നമ്മൾ ആ മന്ത്രത്തിനെ വിടാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുന്ന സമയത്താണ് നമുക്ക് ആ ഒരു യോഗം നമ്മളിലേക്ക് വരുന്നത് എന്നാണ് എൻ്റെ അനുഭവം. കാരണം ഞാൻ അങ്ങനെ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നശിച്ച ഒരു സമയത്താണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ മന്ത്രം കിട്ടുന്നത്. എല്ലാം നശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കിയാലും പിന്നോട്ട് നോക്കിയാലും സൈഡിലേക്ക് നോക്കിയാലും ആരുമില്ല കൂടെ എന്നുള്ള ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ. ആ സമയത്താണ് ഞാൻ ആ മന്ത്രം കൈ കിട്ടുന്നതും ആ മന്ത്രം ജപിച്ചു തുടങ്ങുന്നതും. ആ മന്ത്രം മാത്രമായിരുന്നു എൻ്റെ ആശ്രയം. അങ്ങനെ ആ മന്ത്രത്തിലേക്ക് വന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു യോഗത്തിലേക്ക് വന്നത്. അല്ലെങ്കിൽ എൻ്റെ മുൻജന്മം പഴയ തലമുറ ചെയ്തു വെച്ചതിൻ്റെ അതിൻ്റെ നിയോഗങ്ങൾ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പെട്ടെന്നൊരു മന്ത്രം കിട്ടിയാൽ എല്ലാവർക്കും അങ്ങനെ ആവാൻ കഴിഞ്ഞോളുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മന്ത്രം നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ട് കാര്യമുണ്ടോ അറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ എൻ്റെ കൈ കൊണ്ടായിരിക്കില്ല നിങ്ങൾക്കത് കിട്ടേണ്ടത്. അതുകൂടി നോക്കേണ്ടതുണ്ട്. കാരണം അതിന് എന്താ പറയുക, ഓരോ നിയോഗങ്ങളും അത് അതിൻ്റെതായ അവസ്ഥയിൽ തന്നെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങൾക്കും അതാണ് ഗുണം, എനിക്കും അതാണ് ഗുണം. മനസ്സിലായല്ലോ? പിന്നെ ഒരു മന്ത്രം കൊണ്ട് ഞാനിങ്ങനെ ആയി എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. മനസ്സിലായല്ലേ? അപ്പം ഓരോരോ അസുഖങ്ങൾ തന്നെ പലർക്കും പല മരുന്നുകളും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലർക്ക് 10 ആൾക്ക് എഫക്റ്റ് ചെയ്ത മരുന്ന് ചില 11ാമത്തെ ആൾക്ക് എഫക്റ്റ് ചെയ്തോളുന്നില്ല, ഡിഫക്റ്റ് ചെയ്യണമെന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസ്ഥ, മന്ത്രം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും, ആ മന്ത്രം ജപിച്ചാൽ അതാക്കും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ നടക്കുന്ന ആളുകളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അവന്മാരെൻ്റെ വയ്യല നടന്ന് വെറുപ്പിച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത്. എന്ന് ചെയ്യാൻ പറ്റുമോ, നാളെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ പിന്നാലെ നടന്നിട്ടാണ്. കാരണം അവരുടെ ആവശ്യം, അവർക്കത് ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഗുണം കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ സത്യം. അത് ഇപ്പോൾ ഈ ക്യാമറ പിടിക്കുന്നവന് തന്നെ അറിയാം, അവൻ്റെ അനുഭവം കൊണ്ടാണ് അവൻ ആ ഒരു വഴിയാലോ എൻ്റെ പിന്നാലെ ഓടി വരുന്നത്. അപ്പോൾ ആ കമൻറ്റിൽ ഓരോരുത്തരും പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പം പറഞ്ഞു. പക്ഷേ അങ്ങനെ ഒരു പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ
അവസ്ഥ എൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല അത് നടക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ അത് യഥാവിധി ചെയ്തെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ വ്യത്യാസങ്ങളും കാര്യങ്ങളും നടക്കുള്ളൂ എന്നുള്ളത് കൂടിയുണ്ട്. പലരോടും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നാണയം ഒഴിഞ്ഞു വെക്കാൻ പറയുന്നുണ്ട് പല ആളുകളോടും. ഈ നാണയം ഒഴിഞ്ഞു വെക്കുന്ന സമയത്ത് അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് നാണയം ഒഴിഞ്ഞു വെക്കാൻ പറയുന്നത്. ഇന്ന ആൾ പറഞ്ഞ് ഇന്ന പോലെ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനോണ്ട് അതിൻ്റെതായ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്തെങ്കിലേ കാര്യമുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് മന്ത്രങ്ങൾ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടോ കാര്യമില്ല. എനിക്ക് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിധിയില്ല എന്നുള്ളതും കൂടി ഒരു സത്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിക്കട്ടെ എന്നുള്ളൊരു കർമ്മം എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ അതിൽ കൂടുതൽ ഒന്നുമായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ്, ആരോടും ഒരു വിരോധവും ഉണ്ടായിട്ടല്ല, എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ രാത്രി പോലും ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഗതികേട് കൊണ്ടാണ് അവർ വിളിക്കുന്നത്. ആരോടും വിളിച്ചതിന് തെറ്റല്ല പറയുന്നത്. ചില ആളുകൾക്ക് ചീത്തയും കേൾക്കാറുണ്ട്, കാരണം അത് വിളിച്ചതിൻ്റെ മുകളിൽ വിളിച്ചു കളയും. അത് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊരു കോൾ ചെയ്താൽ എന്തായാലും ഞാൻ തിരിച്ചു വിളിക്കും. ഒരു 10 മണിയുടെ മുന്നേ ആണെങ്കിൽ എന്തായാലും തിരിച്ചു വിളിക്കും, രാത്രി 10 മണിയുടെ മുന്നേ ആണെങ്കിൽ. മനസ്സിലായല്ലോ? കാരണം വിളിച്ചതിൻ്റെ മുകളിൽ വിളിച്ച് ഇതാക്കിയിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഏതെങ്കിലും കർമ്മങ്ങൾ നോക്കുകയും ഇപ്പം പലപ്പോഴും ഞാൻ ഓൺലൈനിലായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓൺലൈനിലായിട്ടുള്ള നോട്ടം ഞാൻ കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുക. കാരണം ഈ ഓൺലൈനിൽ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആളുകൾക്ക് അതിൻ്റെതായ ഒരു അവസ്ഥ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. കാരണം അവർ ഇപ്പം നമ്മൾ നേരിട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഓൺലൈനിൽ ഒഴിവാക്കിയിട്ട് എല്ലാവരും നേരിട്ട് വരാൻ പറ്റുമെങ്കിൽ അതാണ് എല്ലാവർക്കും സൗകര്യം. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു അവസ്ഥ കിട്ടണം എന്നുണ്ടെങ്കിൽ അതായിരിക്കും നന്നാവുക. അത് വിചാരിച്ച് വരുന്ന എല്ലാ പ്രശ്നങ്ങളും 100-ൽ 110% ശരിയാക്കാൻ എനിക്ക് പറ്റുമെന്നല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായല്ലോ? നമുക്ക് ഒരു ആൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ പറയുക, 100-ൽ 10 പറ്റുന്നുണ്ടാവുള്ളൂ, ബാക്കി 90 പറ്റാത്തതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ശ്രമിക്കും, ജീവൻ പണയം വെച്ചിട്ടായാലും ശ്രമിക്കും. നമസ്തേ.